ഉണ്ടായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളെയും കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരുന്ന കൃപയ്ക്കായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. പോകുന്ന വാഹനങ്ങളുടെ പ്രവേശിക്കുന്ന കർത്താവെ അവിടെ ചെന്നിരുന്ന കർത്താവെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഉചിതമായി മനസ്സിലാക്കണം. അവിടുന്ന് കൃപ ചെയ്യണമേ പ്രാർത്ഥിക്കുന്ന തിരിച്ചുള്ള യാത്രയിലൊക്കെ തിരിച്ചാഴ്ച ഉണ്ടായിരിക്കണമേ കർത്താവെ. മകളുടെയും മകൻ്റെയും വിവാഹ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാന്തക്കണം. നീ സഹായിക്കണമേ. അവിടുത്തെ കാലുവരെ പ്രദേശങ്ങളെയും മറച്ചുകൊള്ളണമേ. ആരോഗ്യം വരവും കൊട്ടടി അനുഗ്രഹിക്കാൻ ശ്രമിക്കണമേ കർത്താവെ. കുടുംബമായി അനുഗ്രഹിക്കുന്ന ഭവനങ്ങളെ തിരിച്ചല്ലേക്ക് ഒരുമേൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നിർത്തുവാന്തക്കണം. നീ സഹായിക്കണമേ. ബന്ധുമിത്രാദികൾ ചർച്ചക്കാർ എന്തിനും ഞങ്ങൾ ഈ സമയത്ത് വരവേൽപ്പിക്കുന്നു കർത്താവെ. വരുവാനുള്ളവരെ കൂട്ടി വരുത്തി എല്ലാ അനുഗ്രഹമായി ചെയ്യുവാന്തക്കണം സഹായിക്കണം. അവരുടെ കർത്തനമേ. You look so wonderful in your dress. I love your hair like that. The way it falls on the side of your neck, down your shoulders and back. We are surrounded by all of these lies, and people that talk too much. You got the kind of look in your eyes as if no one knows anything but us. Should this be the last thing I see? I want you to know it's enough for me. 'Cause all that you are is all that I'll ever need. I'm so in love, so in love, so in love, so in love. You look so beautiful in this light, your silhouette over me. The way it brings out the blue in your eyes is the Tenerife Sea. And all of the voices surrounding us here, they just fade out when you take a breath. Just say the word and now we'll disappear into the wilderness. Should this be the last thing I see? I want you to know it's enough for me. So what you are is all. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദിമുതലേ തന്നെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒന്നും വരുവാനിരിക്കുന്നവൻ
വാഴ്ത്തപ്പെട്ടവനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷയ്ക്ക് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. കരുണയുടെ വശിയ രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. തിരുവിഷ്ണു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കടക്കാരുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യം ശക്തിയും മഹത്വം നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നിന്റെ ഉദരഫലമായ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയമേ നമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പുരാന്റെ രക്ഷണമേ. എന്മനമേ യഹോവയെ സ്തുതിക്കുക. എൻ്റെ സർവാന്തരങ്ങളുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ സ്തുതിക്കുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. തലമുറയായ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹകരമായ പ്രഭാതത്തിനായി സ്തുതിക്കുന്നു. ഈ ഭവനത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന നാളിതുവരെയും നിന്റെ മക്കളെ വിവിധ തരത്തിലുള്ള നന്മകളാൽ അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിറച്ച് പരിപാലിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഭവനത്തിലെ മകളുടെ വിശുദ്ധ വിവാഹത്തിനായി പ്രാർത്ഥനയോടെ ഇറങ്ങുന്ന അവിടുത്തെ സാന്നിധ്യങ്ങളോട് കൂടെ ഇരിക്കുകയാണ്. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്ക തുണയായി ദൈവമായ കർത്താവെ വിവാഹത്തെ സ്ഥാപിച്ചത് അവിടുന്ന് തന്നെയാവുന്നുവല്ലോ. ദൈവമേ നിന്റെ മകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മകനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. രണ്ടുപേരുടെ അനുഗ്രഹകരമായ ജീവിതം കണ്ട് സന്തോഷത്തോടെ നിന്നെ സ്തുതിപ്പാൻ മാതാപിതാക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ നിന്റെ മക്കൾ തലവണങ്ങി നിൽക്കുമ്പോൾ സ്വർഗത്തിലും ദൈവമേ നീ ഇറങ്ങി വന്നിട്ട് അനുഗ്രഹിക്കണമേ. ആയുസ് കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമേ. സമ്പത്തും ജീവിത ചുറ്റുപാടും അനുഗ്രഹങ്ങളും ധനധാന്യ സമൃദ്ധിയും എല്ലാം തിരുസന്നിധിയിൽ ധാരാളമായി എൻ്റെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിന്നെ മുറുകെപ്പിടി ജീവിക്കാൻ തക്കവണ്ണം ഇടയാക്കണം. അവരുടെ സന്തോഷമുള്ള ജീവിതം കണ്ട് നിന്നെ സ്തുതിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകണം. മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ കുടുംബങ്ങളെ ഓർക്കുന്നു. ഈ യാത്രയിൽ നിന്റെ മക്കളോട് കൂടെ അവിടുത്തെ സാന്നിധ്യം ഇരിക്കുകയാണ്. തക്ക സമയത്ത് ദൈവമേ ദേവാലയത്തിൽ ചെന്ന് ശുശ്രൂഷയ്ക്കുകയും ആരംഭിക്കാനും അവിടുത്തെ കൃപയാൽ നിറയപ്പെട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ മടങ്ങി വരുവാനും തക്കവണ്ണം ഇടയാക്കുന്നു. ഇവിടെ വാങ്ങിപ്പോർക്കെല്ലാം ഭാവപരിഹാരവും ആശ്വാസവും കൊടുക്കണം. ഞങ്ങൾ നിനക്ക് ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുമിശിഹായുടെ കൃപയും പരിശുദ്ധ റുഹായുടെ ആവാസനാമയോടും ഈ ഭവനത്തോടും ഭവന നിവാസികളോടും പ്രത്യേക വിശുദ്ധ വിവാഹത്തിനായി പ്രാർത്ഥനയോടെ ഇറങ്ങുന്ന മകളോടും ഒരുക്കപ്പെട്ടിരിക്കുന്ന മകനോടും ഇരു കുടുംബത്തിൻ്റെയും വഴിയാത്രയിൻ്റെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ശരി guys. ടാറ്റാ. Cause all that you are is all that I'll ever need. Right here on this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now. The story comes together.
chasing down forever after. This truth, these words that we have spoken, giving purpose to the hope that we have found. There's proof in the days that lay before us, finding meaning in these moments playing out. We see it വൈദിക ശ്രേഷ്ഠർ, പ്രിയപ്പെട്ട ശമാശൻ, കടന്നു വന്നിരിക്കുന്നില്ല പ്രിയപ്പെട്ട വിശ്വാസികളെയും വിവാഹ ശുശ്രൂഷയിൽ ഇരുഭവനത്തിൻ്റെ ക്ഷണപ്രകാരം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാലും കരുണകളാലും പരിശുദ്ധാത്മാ ആഹ്വാനത്താൽ വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി തീരുക എന്നുള്ള ലക്ഷ്യത്തിൽ എന്നുള്ള പ്രാർത്ഥനയ്ക്കായിട്ടാണ് നാമൊക്കെ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ആയതിനാൽ നമ്മുടെ ലക്ഷ്യബോധം പൂർത്തീകരിക്കുവാൻ ശുശ്രൂഷ ആദ്യോടന്തം അച്ചടക്കത്തോടെ പ്രാർത്ഥനയോടുകൂടി ഇതിൽ സംബന്ധിപ്പാനായിട്ട് ഏവരും ഇടയാകണമെന്ന കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുന്നു. പിതാവിനും പുത്രനും ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ആരംഭവും ആനന്ദത്തിൻ്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവിനാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിൻ്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും വാത്സല്യവാന്മാരുടെ ഗണത്തിലും ചേർന്ന് എന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും അണയ്ക്കുമാറാകണമേ. ആബോ വബ്രോ റൂഹോ കാദീശോ ഓശോ വവുകുൽസുവാൻ ലോൽമീ. ദൈവമേ, നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ അനുഗ്രഹങ്ങളുടെ ബഹുത്വം പോലെ എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ ഭാഗങ്ങളുടെ പാകണമേ. എന്നാൽ വിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ ഭാവനപ്പോഴും നേരെ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, അതിന് മുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായതകൾ വിജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ എന്നെ അച്ഛൻ ഉത്ഭവിച്ചു, പാവങ്ങൾ എൻ്റെ മാതാവിൻ്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ഞാൻ അറിയിച്ചു. നിന്റെ സോപാനമേ തുടങ്ങിയിടമേ, ഞാനിവിടെ പാകപ്പെടും. അതിനാൽ നീ വെണ്മയാക്കണമേ, ഒരു സുമതിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷം തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാവങ്ങൾ തിരുമുഖം തിരിച്ച് എൻ്റെ അതികളൊക്കെയും വായിക്കണമേ.
പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷക ദൈവമായ ദൈവമേ, രക്തത്തോടെ രക്ഷപ്പെടണമേ. എന്റെ നാഥീതിയെ സ്തുതിക്കും കർത്താവേ, എന്റെ വിരലുകളെ തുറക്കണമേ. ഹോമബലികളെ നിരപ്പായതുമില്ല, ദൈവത്തിന്റെ വിരുതായ്മയുള്ള ആത്മാവാകുന്ന ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ശുദ്ധാസീനോട് നന്മ ചെയ്യണമേ, ഊർജ്ജേന മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിബലികളും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. മൂലം മോതിരമരുളി തിരുസഭയെ മസീഹാ വീട്ടപ്പോൾ പരിപാവനതനുരുതിരങ്ങൾ കൈക്കൊണ്ടാളവളും യോജിപ്പിക്കുകയും തന്നൂലായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഐക്യമധ്യവരുണ്ടാകുകയും ചെയ്യണമേ. നൽകുക നന്മൊഴി മാനസമേ, ഹല്ലേലൂയാ സേവിക്കും ജ്ഞാനരചനയെന്നൊര ചെയ്യും. കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സാദ്രവും പ്രവിയും പ്രാബല്യവും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഉന്നത്യവും സദാ നേരത്തും ഇടവിടാതെയും അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. മറയ്ക്കുമാർ വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും
തൻ്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീഹന്മാരെയും സകല വംശങ്ങളെയും ആരുവിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഹുലഹുൻ യൗമോ സ്വദഹായ ലവൽമീ. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീയ അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു, നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്യപിതാവെ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീയ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി ഈ മണവാളനും പുത്രിയായി ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുൻപാകെ സന്നിധിയിലായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ നിന്ന് ഡൗഡാ നിന്നെയും നിന്റെ പിതാവിനെയും പരിസരവുമായി തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറയ്ക്കുമോർ ഹോശോ വബുകുല സുബാൻ ലവന്മീ. Nalor gabe lusoyo da gabe val sugano da toge badraibun ol melalam val mi. Amen. Padivradaya paripavana sabai malokandan vittoru neeram.
തിരുവൻപാകത്തിൽ നിൽക്കുന്ന വിലയണരായ ഞങ്ങളുടെ മധ്യസ്ഥയാൽ പരസ്പര വിവാഹം നിശ്ചയം ചെയ്യപ്പെടുകയും ഞങ്ങളുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്നും സുഹൃത ഞങ്ങളുടെ പ്രകളാവനം മധുരപരിപുട വിശ്വാനിവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവനുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മല സംരക്ഷിക്കുവാൻ അവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. പറക്കുമോർ ഹോശോ തൻ്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും പരിശ്രവായിക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വലങ്കൈ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഹോശോ അബഖോല സുബാലമേ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മിശിഹാ തമ്പുരാൻ മൂലം പൂർത്തീകരിച്ചവനായ ദൈവം തമ്പുരാൻ പരസ്പരം വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. ഇസഹാക്കിൻ്റെയും റിബക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവം തമ്പുരാൻ സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് ഇവിടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കട്ടെ. സുരഫലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറി പരിവാഹതയാൽ ഇവരുടെ മനസ്സാക്ഷി നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിക്കട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് തൻ്റെ സന്നദ്ധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹത്തിൻ്റെ മക്കളെയും സൗഭാഗ്യത്തിൻ്റെ കാലങ്ങളെയും നൽകണമേ. പ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവരിൽ വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള ഓർത്തഡോക്സോ സത്യവിശ്വാസിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ.
അതിൽ തന്നെ സദാ സ്തുതിയുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിവാഹ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. ജയിക്കപ്പെട്ട നിന്റെ സ്ലീവായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും നീ കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധമായുള്ളവേ ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഹോശോ വബുകൂല സുബാൻ മീ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മാനവാട്ടി. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ വിവാഹ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള സ്ലീവ രാത്രിയിലും പകലിലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ എല്ലാ സേനകളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വിവാഹ ശുശ്രൂഷയുടെ 1-ാം ഭാഗം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. വന്യ കോർപ്പിസ്കോപ്പ അച്ഛന്മാരെ, ഇടവകയുടെ വികാരി പ്രിയപ്പെട്ട സുനിൽ എബ്രഹാം അച്ഛൻ, മറ്റ് സഹകാർമ്മികരും മുൻ വികാരിമാരുമായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മണവാളൻ, മണവാട്ടി, ഇവരുടെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഇടവക്കാർ, നാട്ടുകാർ, ഇങ്ങനെ പല വിധത്തിലായി ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഈ വിവാഹത്തിന് സാക്ഷികളാകുവാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുമായി കടന്നു വന്നിരിക്കുന്ന എപ്പേർപ്പെട്ടവരുമേ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കും. മണവാളനും മണവാട്ടിയും നിൽക്കാൻ ഞാൻ പറഞ്ഞത്, ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യം ഇത് സംതിങ് സീരിയസ്, ഗൗരവമുള്ള കാര്യം. അതിരുന്നുകൊണ്ട് കേൾക്കാനുള്ളതല്ല, നിന്നുകൊണ്ട് തന്നെ ഗൗരവത്തോടെ കേൾക്കണം മണവാളിനും മണവാട്ടി. അതുകൊണ്ടാണ് നിൽക്കാൻ പറഞ്ഞത്. നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് വിവാഹ ശുശ്രൂഷയ്ക്ക് 2 ഭാഗമാണുള്ളത്. ദ ഫസ്റ്റ് പാർട്ട് ഈസ് ദി ബിട്രോത്തൽ സെറിമണി, ദാറ്റ് ഈസ് ഓവർ നൗ. നിങ്ങൾ വീട്ടിൽ വെച്ച് പറഞ്ഞൊത്ത ഈ വിവാഹം അത് മാറ്റത്തിന് വിധേയമാണ്. മാറ്റത്തിന് വിധേയമായി നിങ്ങൾ വീട്ടിൽ വെച്ച് പറഞ്ഞ വിവാഹം ഇപ്പോൾ മാറ്റത്തിന് അതീതമായ ഒരു ദൈവനിശ്ചയമായി മാറുകയാണ്. Now it becomes the will of God. ദൈവത്തിൻ്റെ ഇഷ്ടമായി മാറുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി സീൽ ചെയ്യുകയാണ്. Once the Holy Spirit seals the marriage, nobody is able to break it. പരിശുദ്ധാത്മാവ് സീൽ ചെയ്ത് ഉറപ്പിച്ചു.
അതിൻ്റെ പ്രത്യക്ഷ പ്രതീകമായിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി സഭയുടെ വക്താവായി ബലഹീനായ ഞാൻ മോതിരം വാഴ്ത്തി എൻ്റെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളെ അണിയിച്ചു. ഓൾവേസ് റിമെമ്പർ, ത്രൂ മൈ വീക്ക് ഹാൻഡ്സ് ജീസസ് ഹാൻഡ്സ് ആർ എക്സ്റ്റെൻഡഡ് ടുവേഡ്സ് യു. എൻ്റെ കൈകളിലൂടെ യേശുവിൻ്റെ കൈയാണ് നിങ്ങളെ മോതിരം അണിയിച്ചിരിക്കുന്നത്. ഈ ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഒരു രണ്ടുപേരും കേരളത്തിന് പുറത്തുള്ളവരാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മണവാളൻ ഇറ്റലിക്ക് അടുത്ത് ക്രൊയേഷ്യയിലാണ് ജോലി ചെയ്യുന്നത്. മണവാട്ടി ബോംബെക്കാരിയാണ്. അപ്പോൾ ഈ ചിന്ത, സോ ദാറ്റ് അവെയർനെസ്, ദാറ്റ് ഫീലിംഗ് ഷുഡ് സസ്റ്റെയിൻ ഇൻ യുവർ ലൈഫ്. യേശു മോതിരം വാഴ്ത്തി ഞങ്ങളെ അണിയിച്ച് ഈ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. നൗ ഇറ്റ് ഈസ് ബിയോണ്ട് ചേഞ്ച്. മാറ്റത്തിന് അതീതമാണ്. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അത് ആ ബോധ്യം, ദാറ്റ് അവെയർനെസ്, അത് നിങ്ങളുടെ ജീവിതാന്ത്യം വരെ ഉണ്ടായിരിക്കണം. ഇനിയും രണ്ടാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷ, ദ ക്രൗണിങ് സെറിമണി. സ്റ്റിൽ നൗ യു ആർ നോട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. സ്റ്റിൽ നൗ ഇപ്പോഴും ഭാര്യയും ഭർത്താവൊന്നും ആയിട്ടില്ല കേട്ടോ. സ്റ്റിൽ യുവർ പൊസിഷൻ ഇൻ ദ ചേർച്ച് ഈസ് ബ്രദർ ആൻഡ് സിസ്റ്റർ. ഇപ്പം ബ്രദർ സിസ്റ്റർ സ്ഥാനത്ത് നിന്ന് യു ആർ ബീയിങ് എലിവേറ്റഡ് ആസ് എ ക്രിസ്ത്യൻ, റെസ്പോൺസിബിൾ ക്രിസ്ത്യൻ, വിറ്റ്നസിങ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ക്രൈസ്തവ സാക്ഷ്യമുള്ള ഉത്തമനായൊരു ഭർത്താവായി, ഭാര്യയായി നിങ്ങളെ ഇപ്പോൾ ഈ ശുശ്രൂഷയിലൂടെ ഉയർത്തുകയാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കണം. എന്തുവാ പ്രാർത്ഥിക്കേണ്ടത്? രണ്ട് കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് വി ആർ ബീയിങ് വെൽഡഡ് ടുഗദർ. എവരി വെഡ്ഡിങ് ഈസ് എ വെൽഡിങ്. ഓരോ വിവാഹം ഒരു വെൽഡിങ് ആണ്. ടു ക്രൈസ്റ്റ് ലവ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വെൽഡ് ചെയ്ത് ഒന്നായിത്തീരുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ, രണ്ട് കുടുംബ സാഹചര്യങ്ങളിൽപ്പെട്ട ഞങ്ങൾ രണ്ടുപേരെയും ഇന്ന് ഒന്നാക്കി തീർക്കുകയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സാക്ഷ്യമുള്ള നല്ല ക്രിസ്തീയ കുടുംബജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഇപ്പം ഞങ്ങൾ ഇന്ന് മുതൽ ഒന്നാണ് എന്ന ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവണം. വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞങ്ങൾ ഇന്ന് മുതൽ ഒന്നാണ്. രണ്ടുപേരും രാവിലെയുമായിട്ടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ കയ്യിലൊന്ന് പിടിച്ചുകൊണ്ട് ഇത് പറഞ്ഞാലും കുഴപ്പമില്ല, നല്ലതായിരിക്കും. വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. ഞങ്ങൾ ക്രിസ്തുവിൽ ഇന്ന് മുതൽ ഒന്നാണ്. സോ ദാറ്റ് ഫീലിംഗ് ഓഫ് വൺനെസ് ഷുഡ് സസ്റ്റെയിൻ ഇൻ എവറി വാക്ക് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഞങ്ങൾ ഒന്ന് എന്നുള്ള ആ ഒരു ബോധ്യം അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. എല്ലാ മേഖലയിലും, ഇൻ യുവർ വേർഡ്സ്, ഇൻ യുവർ ഡീഡ്സ്, ഇൻ യുവർ ഫീലിങ്സ്, ഇൻ യുവർ തിങ്കിങ്, ആൻഡ് ഈവൻ ഇൻ ദ കേസ് ഓഫ് പേഴ്സ് ഓൾസോ. പണത്തിൻ്റെ കാര്യത്തിൽ മോനെ, ഇന്നു മുതൽ അവൾ അറിയാതെ ഒരു ബാങ്കും കണക്ഷനും വേണ്ട വേലകളും ഒന്നും നിനക്ക് പാടില്ല. അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തോ, കുഴപ്പമില്ല. മോളെ, ഇന്നു മുതൽ അവനറിയാതെ നിനക്കൊരു ബാങ്കും സമ്പാദ്യവും വേണ്ടാത്തൊക്കെ ചില കണക്ഷൻസും ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഉണ്ടല്ലോ സമൂഹത്തിലുള്ള, അത് പാടില്ല. എല്ലാ കാര്യവും പരസ്പരം അറിഞ്ഞ് വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഞങ്ങളൊന്ന്, ആ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതാണ് തിരുമേനിക്ക് ആദ്യം പറഞ്ഞു തരാനുള്ളത്. രണ്ടാമത് എനിക്ക് പറയുവാനുള്ളത്, ടുഡേ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗിവിങ് എ പ്രസൻറ്റ് ടു യു, എ ഗിഫ്റ്റ് ടു യു. മോനെ, ഈ മണവാട്ടിയെ നിൻ്റെ ജീവിത പങ്കാളിയായി യേശു തമ്പുരാൻ ഒരു ഗിഫ്റ്റായിട്ട് നിനക്ക് തരികയാണ്. ഇറ്റ് ഈസ് എ
പ്രസൻറ്റേഷൻ, ഗിഫ്റ്റ്. അവളൊരു പെണ്ണാണ്. എല്ലാം പോസിറ്റീവ് ആകണമെന്ന് നിർബന്ധമില്ല. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാണും. മനുഷ്യനല്ലയോ, എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവളുടെ പോസിറ്റീവും എന്തെങ്കിലും, ഈവൻ ഈഫ് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് ഒരു ഗിഫ്റ്റായി, സമ്മാനമായി പെൺകുട്ടിയെ നിൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കണം കേട്ടോ. മോളെ, നിനക്കും ദൈവം ഗിഫ്റ്റ് തരിക. ഈ പുരുഷനെ നിൻ്റെ ജീവിത പങ്കാളി. അവനൊരു പുരുഷനാണ്. ഇനി നാളെ മുതൽ നീ പറയുന്ന ഇടത്തോട്ടും വലത്തോട്ടും പോകാനൊക്കത്തില്ല. എല്ലാം പറഞ്ഞ് നിൽക്കണമെന്ന് പറഞ്ഞ് ചിലപ്പോൾ നടക്കത്തില്ല. അവൻ നല്ല പോസിറ്റീവ് കൊച്ചനാണ്. അച്ഛനും വികാരി അച്ഛനും ഒക്കെ പറഞ്ഞ നല്ല കൊച്ചനാണ്. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും ഈവരീഫ് ദൈവകരങ്ങളിൽ നിന്ന് ഈ പുരുഷനെ നിൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കും. ഇപ്പം രണ്ടുപേർക്കും ദൈവം സമ്മാനം തരുക. എന്തിനു വേണ്ടിയാണ് സമ്മാനം തരുന്നത്? വാട്ട് ഫോർ 3 things. ഈ പറയുന്നതെല്ലാം ഹൃദയത്തിൽ കുറിച്ച് വെച്ചോണം കേട്ടോ, മറന്നു പോരും. നമ്പർ 1, for the prosperity in your secular worldly life. ഭൗതിക ജീവിതത്തിൻ്റെ ആ കുഞ്ഞിനെ എടുത്ത് വെളിയിലോട്ടൊന്ന് കൊണ്ടുപോകും. ഭൗതിക ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് കേട്ടോ. സെക്കൻഡ്ലി, ഫോർ ദ പ്രോസ്പിരിറ്റി ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്. രണ്ടുപേരും കൂടെ അടി വെച്ചുകൊണ്ടിരുന്നാൽ പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. അപ്പം ഫോർ ദ പ്രോസ്പിരിറ്റി ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്. തേർഡ്ലി, ടു ഷെയർ ലൈഫ് ലോങ്, ജീവിതാന്ത്യം വരെ പങ്കിടുവാൻ വേണ്ടി. വട്ടെവർ മേ ബി ദ ലൈഫ് സിറ്റുവേഷൻ, അത് സുഖമാകാം, സന്തോഷമാവാം, ദുഃഖമാവാം, ഉത്തരവാദിത്വങ്ങളാവാം. ദ ലൈഫ് സിറ്റുവേഷൻ മേ വേറി. ഏത് ജീവിത സാഹചര്യത്തിലും ഒന്നായി നിൽക്കുവാനും മരണം വരെ, ടിൽ യുവർ ഫിസിക്കൽ ഡെത്ത്, പങ്കിടുവാനും വേണ്ടിയാണ് കേട്ടോ. ഇതിനു വേണ്ടിയാണ് സമ്മാനം തരുന്നത്. അതുകൊണ്ട് ദൈവം തന്ന ഈ സമ്മാനത്തെ മോനെ നീ തങ്കം പോലെ നോക്കിക്കോണം കേട്ടോ. മോളെ, നീയും നോക്കിക്കോണം. നിനക്ക് ദൈവം തന്ന സമ്മാനമാണ്. ആ ഒരു കൺവിക്ഷൻ. സോ യു ഷുഡ് ഹാവ് ദാറ്റ് ഫോം കൺവിക്ഷൻ ഇൻ യുവർ ലൈഫ്. എവിടെയാണ് ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നത്? മൂന്നാമത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ കാര്യങ്ങൾ, പ്രാർത്ഥന, ദേവാലയത്തിൽ പോയി കുർബാന കൊള്ളുക, രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥന, ഇതാണ് കുടുംബജീവിതത്തിൻ്റെ ഭദ്രത. ദാറ്റ് ഈസ് ദി സ്ട്രെങ്ത് ഓഫ് ദി ഫാമിലി ലൈഫ്. അതിൻ്റെ കൂടെ ചേർത്ത് ഞാനങ്ങ് പറയുകയാണ്, ഞാനിപ്പോൾ കൊല്ലം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയാണ്. ഈ കഴിഞ്ഞ മാസം തന്നെ ഒരു 10-20 ഡൈവോഴ്സ് കേസ് എന്നെ വന്ന് ഒപ്പിടാൻ വേണ്ടി. അടുത്ത സെക്കൻഡ് മാരേജിന് ബാവായിക്ക് റെക്കമെൻഡ് ചെയ്യാൻ. അപ്പോൾ ദ ഡൈവോഴ്സ് number and percentage is gradually multiplying in the society. ഡൈവോഴ്സിങ് ഒരുപാട് കൂടുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു അഡ്വൈസ് തരുവാനുണ്ട്. ഡൈവോഴ്സിന് ഒരുപാട് കാരണങ്ങൾ കണ്ടേക്കാം. ഇറ്റ് മേ ബി ഡിഫറെൻറ്റ് കോസസ്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുക, മനുഷ്യനാണ്. എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. എന്തെങ്കിലും ചെറിയ ഡിസ്പാരിറ്റി, അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും, അത് നാച്ചുറലാണ്. പക്ഷേ അത് നിങ്ങൾ തമ്മിലിരുന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യണം. ഡോണ്ട് പുട്ട് ഇറ്റ് ഔട്ട് സൈഡ് കേട്ടോ. അതൊരിക്കലും പുറത്തോട്ട് വിടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൊച്ചു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലിരുന്ന് പറഞ്ഞ് അത് സെറ്റിൽ ചെയ്യും. കഴിവുള്ളിടത്തോളം അന്ന് തന്നെ അങ്ങ് സെറ്റിൽ ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും. ഡോണ്ട് അലൗ ഇറ്റ് ടു ഗ്രോ ഫർദർ കേട്ടോ. ഈവൻ നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് വേറെ ആരെയും കയറ്റരുത്. അതായി കുഴപ്പം. ചിലപ്പോൾ അപ്പനും അമ്മയും വേണ്ടവരും എല്ലാം ഇടയ്ക്ക് കയറി കോളമാക്കി കൈത്തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ യു ഡിസ്കസ് among yourself and settle it.
സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കുള്ളതാണ്, അത് പുറത്ത് ആരെയും ഏൽപ്പിക്കരുത്. ഡോണ്ട് അലോ എനിബഡി ടു എൻ്റർ ഇൻ ടു യുവർ ലൈഫ്. അത് പ്രത്യേകം തിരുമേനി ഓർപ്പിക്കുക. അതുകൊണ്ട് ലൈഫിൻ്റെ സക്സസ്സിന്, കുടുംബജീവിതത്തിൻ്റെ സക്സസ് അത് നല്ലതാണ്. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഇന്നു മുതൽ നല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഗുഡ് ജനറേഷൻ. ദൈവം 1, 2, 3, 4 എത്ര തന്നാലും ആട്ടെ, വാട്ട് എവർ മേ ബി ദ നമ്പർ ഓഫ് ചിൽഡ്രൻ. ദൈവത്തിനും സഭയ്ക്കും കുടുംബത്തിനും നിങ്ങളുടെ വീട്ടുകാർക്കും ഒക്കെ കൊള്ളാവുന്ന നല്ല കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ ജന്മം കൊടുക്കണം. അല്ല വെള്ളവും അടിച്ച് വേണ്ടാത്തതിനും പോയി അവിടെ ഇവിടെയും പോയി അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായാൽ ശരിയാകട്ടെ. പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം, കഷ്ടപ്പെട്ട് വളർത്തണം. സഭയ്ക്കും ലോകത്തിനും സമൂഹത്തിനും നിങ്ങളുടെ കുടുംബത്തിനും അവരെ വളർത്തിക്കൊണ്ടുവരണം. സോ ദാറ്റ് അസൈൻമെൻറ്റ് യു ആർ റിസീവിങ് ടുഡേ, ദൈവത്തിൽ നിന്ന് ആ അസൈൻമെൻറ്റ് ഇന്ന് നിങ്ങളെ ഏൽപ്പിക്കുക കേട്ടോ. അത് ഭംഗിയായിട്ട് ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും നേരുന്നു. ഇവിടെ ഈ സംബന്ധിക്കുന്നവരോടൊരു വാക്ക് പറയുകയാണ്. സാധാരണ നമ്മുടെ തുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു പരിപാടിയുണ്ട്, മിന്നങ്ങോട്ട് കെട്ടിക്കഴുകി എടുക്കുക ഒരു ഷാട്ടമാണ്. എന്തൊരു വൃത്തികേടെന്നറിയാം. ഇറ്റ് ലുക്സ് സോ ഓക്വേർഡ്. ഇല പിടിക്കാനായിട്ട് ഓടുക അടുത്തത്. അതുകൊണ്ട് ആരും പോയേക്കരുത്. അവസാനം ബെനിഡിക്ഷൻ ഞാൻ തരുന്നത് വരെ ഈ വിവാഹത്തിന് ഇവിടെ സംബന്ധിച്ച് പ്രാർത്ഥിച്ച്, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് കൊയറുകാർ പാടുന്നുണ്ട്, അവരോട് ചേർന്ന് പാട്ട് പാടുകയും പ്രതിവാക്യം പറയുകയും ചെയ്യണം. ഈ ആരാധനയിൽ നിങ്ങൾ സംബന്ധിക്കണം. സംബന്ധിക്കുന്നവർക്കും കൃപകളുണ്ട്. ഇവിടുത്തെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ അറിയാം. ഇവർക്ക് മാത്രമല്ല, ആരാധനയിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്കും ദൈവകൃപ കിട്ടും നല്ലതുപോലെ സംബന്ധിച്ചാൽ. അതുകൊണ്ട് ഞാൻ അവസാനം ബെനിഡിക്ഷൻ തരുന്നവരെ പ്രാർത്ഥനാപൂർവ്വം ഇവിടെ നിൽക്കുക. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയുടെ 2ാം ഭാഗത്തേക്ക് പ്രവേശിക്കും. ദൈവമായ കർത്താവേ, അനുസരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിൽ ഇവിടെയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശ്രമായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ അവകുല സുബാൻ വൽമേ. ദൈവം തൻ ബഹുകൃപയാ
കർത്താവെ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരുടെ ശ്രദ്ധാൻ ശ്രേഷ്ഠാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുന്ന ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്കോൽ സബാൻ ലവൽ മേ മോദിക്കട്ടെ പരം നാഥാ ശക്തിയിലും രക്ഷയിലും പ്രഭതി അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പ്രാബല്യവും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഔന്നത്യവും സദാ ഇപ്പോഴും ഇടവിടാതെയും അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ബാറയ്ക്കുമോറുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മലാകമാർ തന്റെ സിംഹാസന ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനായന്ത വചനവും തൻ്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി വിരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും തനിക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുകുലവും യൗമോ സ്വതഹായ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മുഖത്തുപെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിശ്ചയമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവെ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായ നിന്റെ കരുണയിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായി ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട്
ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കേണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെ നിന്റെ ആത്മീയ മന്ദിരത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരും ആയിത്തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലുള്ളവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല ശുഭാന്നവൽമീൻ പാർക്കുമോ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് നീതീകരണവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സോനം നൃപതിശനാമോ നിമനസവേ നിന്നെ ലാളിപ്പോ നിന്നതരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീ സാത്തു സുമസമം സഭയെ സകലവിധം സുമതി നീ കരതേടാത്തോ ശ്രീവായി വന്നിപ്പതിന രാജാവാഘോഷിക ഹാലേലുയ്യ കാക്കുന്നു നിന്നെ ബാരക്കുമോ. സോലാബോല ബറോവൽ റോഹോ കാദീശോ ഹാലേലൂയ. സഭയോധം നിന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടാത്മാവേ ഉള്ളിൽ പോകേട നിന്ദിച്ചവയാ അന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്താൻ താതസുധാമനോമായ ഏകത്വം തൃത്വം മൈമേഴും മണവാട്ടി സമം മധ്യേ മേവും ഹാലേലൂയ ഓ ഹാലേലൂയ. മറിയോരാഹി വെലിനുവദാരേ. മറിക്കുമോർ കുത്തനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിങ്കലും ഭാഗെ തനോച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലത് കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധരോഹായിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കോല സുബാലവൽമീ. സഭയിൽ ശാപം പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോൾ തന്നെ. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി മാർക്കുമോ.
സ്നേഹാടയുടെ രസതയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവ്വത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ, മശിഹാദിന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി ബാർക്കുമോ. നടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവികൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളിലെ അറിയിപ്പുകളെ കേൾക്കണം. ശ്ലോമോ അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന സുവിശേഷമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ശുദ്ധമുള്ള ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ ശുദ്ധമുള്ള മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷിക്കായി തന്നെ ചില സ്തുതികളും നാമെല്ലാവരും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യമറിയാമിൽ നിന്ന് ജഡധാരണം ചെയ്ത ദൈവത്തിൻ്റെ ജീവവചനവും നമ്മുടെ നാഥനും നമ്മുടെ രക്ഷകനുമായ യേശുമശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദ്ദാന്റെ മറുകരയിലതായത് യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ യേശു തമ്പുരാനെ അനുഗമിക്കുകയും അവിടെ വെച്ച് താൻ അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷണാർത്ഥം പരീക്ഷന്മാർ അടുത്തിയെന്ന് ചോദിക്കുന്നു, ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ? യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, ആദിയിൽ അവരെ മനഞ്ഞവൻ ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന്
അവിടുന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാണ്. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശുതമ്പുരാനോട് അപ്രകാരമെങ്കിൽ മോചനത്തിൻ്റെ പത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ എന്തുകൊണ്ട് മോശ കൽപ്പിച്ചുവെന്ന് ചോദിച്ചു. യേശുതമ്പുരാൻ അവരോട് തുടർന്ന് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുതമ്പുരാനോട് വീണ്ടും ചോദിക്കുന്നു, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ. യേശുതമ്പുരാൻ കൽപ്പിച്ചു, എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ഡന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം ബ്രഹ്മചര്യ വ്രതം സ്വീകരിക്കുന്നവരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. നമ്മുടെ കർത്താവ് ഇപ്രകാരം അവരോട് കൽപ്പിച്ച് അരുളി ചെയ്തു, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഈ വഹിക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഭസ്മോദാബോ ഉദാബരോ കരുഹോ ആയോ കാദീശല ഓലം വൽമീ. Klilo bide tumaran benshmayu zoya hinohes lahasino yoye galilo asioso ye വൈദിക സംഭോ സംഭോ അൻപോലിംബം നൽകാ മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും. വാരിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷവീറങ്ങുന്നു. മണവാളനെ മഹിത ആചാര്യ അണിക്കും മകുട രമ്യ. മഹിതാചാര്യന്മാരാ ദമ്പതികൾക്ക് മഷിഹാഗ്രഹനാം മകുടം പാരം രുചിരം. വാണിനുടയോൻ കയ്യാൽ മകുടം ഘോഷമീറങ്ങുന്നു. മണവാളനെ മഹിത ആചാര്യ അണിയിക്കും
കർത്താവ് നിന്നെ നീതിയിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Clilo bide de moral mens maioso yakinoges la calzo yo ye galilo asioso ye barisho വൈദിക അൻപാലിംബം നൽകാ മുടിയാൽ മണവാളനും മണവരയാൽ മണവാട്ടിക്കും വാനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമീറങ്ങുന്നു മണവാട്ടിയെ മഖിദ ആചാര്യേ അണിയിക്കും മകുട രമ്യ മഹിതാചാര്യന്മാരാ ദമ്പതികൾ തേടുവാ മസിഹാഗ്രപനാഗ്രജിതം മകുടം പാരം രുചിരം വാനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമീറങ്ങുന്നു മണവാട്ടിയെ മഹിതാചാര്യൻ അണിയിക്കും മകുട രമ്യ മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോടും സദൃശ്യം. നീതിയിൻ കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ഹോശോ ബഖുലസ്ബാലോൽമീ. ശുഭചിഹ്നം സ്ലീബാ വിജയ കൊടിനാ സ്ലീബാ നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പുകഴും വിനയം മാനം പതിമത്തി ഇന്ദ്രിയ തന്നോടെ മോടുപടം രക്തയത്തിനോ ആമൃതയാ മൂടണമതുപോൽ മണവാട്ടി വിനയം മാനം പതിമത്തി ഇന്ദ്രിയ തന്നോടെ മോടുപടം രക്തയത്തിനോ ആമൃതയാ മൂടണമതുപോൽ മണവാട്ടി. ആർക്കുമോർ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാം ആവശ്യിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ.
സമാധാനദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കരസാട് വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സ്വയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിനും സന്തോഷപ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറവേന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിന് നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് പരിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുന്നു പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളിലും വന്യപിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലമേൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതികരേറ്റാം. ഹോശോ വബകുൽ സുബ്ഹാൻ ലവൽമീ. ഇതൻ തോട്ടം നട്ടോലേ നീയാണല്ലോ മണവാളൻ. നിൻ തോട്ടത്തിനൻ പേർക്കാ വിശേഷിടുക കുളിർത്തന്നൽ. സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മക്കൾ സത്യത്തിലും നീതിയിലും സദ്പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹിയുടുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുക എന്നൊരു ശ്രേഷ്ഠ പാരമ്പര്യം നമുക്കുണ്ട്.
ഇത് പരിശുദ്ധന്മാരായ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെയും ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. കണ്ടാലും ഈ സമയം മുതൽ ബലഹീനനായ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം തമ്പുരാൻ തന്നെ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും നാം ഒഴിഞ്ഞിരിക്കും. പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമാകുന്ന പരിശുദ്ധമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലത്തുകൈ മക്കളെ എന്നുവന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. മറക്കുമോ വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിക്കുവാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. വന്യപിതാവിന്റെ പ്രാർത്ഥന നാം ഏറ്റുചൊല്ലണം. പ്രകാശവും സത്യതയുള്ള നിറങ്ങി വിശുദ്ധരൂഹായ ദൈവമാതാവായ ശരീരതീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണൻ തടയപ്പെട്ട് കൃഷ്ണനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പാത്രമാനം ജീവനോരെയും മനുഷ്യരെയും എത്തിപ്പാൻ തന്റെ മോത്തോടനെയും പെരുമാറിനും തന്റെ രാത്രി അവസാനമില്ലാത്തവരുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ത്രീയന്മാരും സംസാരിച്ചതുമായ ജീവനിഷ്ഠയുള്ള റൂഹായിലും കാതലികവും സ്നേഹവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമോ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോടി ഏർപ്പിലും വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ തൃക്കരങ്ങളിൽ അലിവാന്തം പക്കലപേക്ഷയുടെ മാതാവേ ഞങ്ങൾക്കായുള്ള ഞങ്ങളിലാഗ്രത തോന്നിയിടാം ഏകാത്മജനോട് ഒരുപോലിംഗം മാർത്തോ മാശ്ലീഹാമോർഗി വർഗി സഹദാ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദഗണമേലിൻ പ്രാർത്ഥനവേ ഓർമ്മയെ ബഹുമാനിച്ചോർക്ക സ്തോമൻ പരിശോധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളെയും തൻ കോപത്തിൽ വടികളെയും ആത്മീയ പിതാക്കന്മാരെ ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. ശുചിയോട് സ്പർശിച്ചുള്ള പാദങ്ങൾ ദ്വാരങ്ങൾ മാനവരത്വ ഈ വരന്റെയും വധുവിന്റെയും
വിശ്വാസികളായി കടന്നുപോയ പൂർവികരെ ഒരു നിമിഷം ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കും. ശരണത്താലേ നിൻ കൃപയിൽ വാത്സല്യമുള്ളവരെ, വിവാഹ ശുശ്രൂഷ അനുഗ്രഹീതമായി ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിവാഹത്തിന് സഹകാർമ്മികരായിരുന്ന എല്ലാ പിതാക്കന്മാരോടും, പ്രത്യേകിച്ച് കോർപ്പിസ്കോപ്പ അച്ഛന്, കുര്യൻ വർഗീസ് അച്ഛൻ എൻ്റെ ഗുരു കൂടെയാണ്, കോർപ്പിസ്കോപ്പ അച്ഛന്മാരോടും എല്ലാ വൈദിക ശ്രേഷ്ഠരോടും വികാരി ബഹുമാനപ്പെട്ട സുനിൽ എബ്രഹാം അച്ഛനോടും ഉള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് ഇവരുടെ കുടുംബജീവിതത്തിൽ ആദ്യത്തെ സമ്മാനമായി ദൈവത്തിൻ്റെ വചനം, ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്, ഹോളി ബൈബിൾ സമ്മാനമായി നൽകുകയാണ്. കീപ് ഇറ്റ് അസ് എ മാട്രിമോണിയൽ മെമൻറ്റോ, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഒരു മെമൻറ്റോ ആയി എന്ന് സൂക്ഷിക്കണം. രാവിലെയും വൈകിട്ട് വേദവസ്തം വായിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാകണം. കീപ് ഇറ്റ് അസ് എ ടോർച്ച് ഇൻ യുവർ ലൈഫ്. ഇത് നഷ്ടപ്പെടുത്തരുത്. ഡോണ്ട് ലൂസ് ഇറ്റ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഒപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒപ്പ് കാണുമ്പോൾ ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കാം. നല്ല കുടുംബമായി, അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി ജീവിക്കണം. ഈ ചന്ദനപ്പള്ളി പള്ളി എന്ന് പറയുന്നത് പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ സജീവ ആത്മീക സാന്നിധ്യമുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഈ പള്ളി വെച്ച് വിവാഹിതരാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ്. സഹദായുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങൾക്ക് എന്നും ഉണ്ടാകും. ഇവിടെ സഹദായുടെ ദേവാലയത്തിൽ നിന്നുള്ള വേദപുസ്തകമാണ്. ഇതെന്നും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കൾക്കിത് സമ്മാനമായി നൽകി. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ആത്മീയമായ ഈ വിവാഹ കൂദാശയിൽ ബലഹീനരായി ഞങ്ങളോടുകൂടെ ചേർന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങൾക്കും വിശ്വാസികളായി നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും ആശ്വാസം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും ബലഹീനങ്ങളും കുറവുള്ളതുമായ അടിയങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും ഉന്നതമായ സ്വർഗീയ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കണമേ. അവരോ റൂഹോ കാദീശ വശോ അവകൂല സുബാൻ ലവൽമീ പ്രിയലായി സോൻ പ്രിയലായി സോൻ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരവുണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി പാർക്കുന്നു. At the stars, give it up and go home. Dream about your life in a car on the way to a place you don't know. Your heart is a melt, free in the most captivating sense. We'll never grow old again. We will never grow old again. Could you show me how to lose myself in the hope that I know you will be here tomorrow? Give me all that you have left. Could we stay? Could we stay? We believe in the trees
not as tall as I used to be. You and I were never this simple till we became the least. Could you show me how to lose myself in the hope that I know you will be here tomorrow? Give me all that you have left. Could we stay? Could we stay? Just show me how to lose myself in the hope that I know you will be here tomorrow. Give me all that you have left. Could we stay? Could we stay? Would you take these words even if they hurt? Make these dead bones live again. I will not bow to this. I will not be just another man that loses to my fears. Would you take these words even if they hurt? Make these dead bones live again. I will not bow to this. I will not be just another man that loses to my fear. Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment I found the one, and my life had found its missing piece. So as long as I live, I love you, will heaven hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live, I love you, will heaven hold you. You look
അത് പപ്പാടയിലേക്ക് കൊടുത്തോ. ആ കഴുകിയിട്ട് ഇനി അത് She is getting married and we are very happy and we wish her a very happy married life. We miss her forever, I mean, always. Nineem, Evinim wait for each other in all terms. They know what I'm trying to say. So this is making us emotional. Very emotional moment for us, actually. As you step into this new chapter with the man you love, I pray your life is filled with laughter, peace, respect and endless love. May your journey together be as beautiful as today. Congratulations, my sister. May this marriage be the start of a lifetime of happiness. Best of luck. Best of luck. All the best wishes. All the best, All the please. best wishes.